ഇതിൻ്റെ മണം കണ്ടു, ഇതിൻ്റെ മണം. സാധാരണ നമ്മുടെ കണ്ടങ്ങളിൽ എള്ളിൻ്റെ ഇടയ്ക്ക് കിളിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എള്ളിൻ്റെ അളിയനെന്ന് പറയുന്നത്. എള്ളിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നതാണ്. ഇപ്പോൾ ഇപ്പോഴും വർഷങ്ങളായി മൂത്തെടുത്തായാലും ആ കണ്ടങ്ങളിലൊക്കെ അന്ന് ആ എള്ളിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം കൂടെ വളരും. അന്നേരം ഞങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ പോവും, ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം പറിച്ച് കളയും. അപ്പോൾ നോക്കി എൻ്റെ ആ എള്ളിൻ്റെ മണവും എൻ്റെ ആ എള്ളിൻ്റെ അളിയൻ്റെ മണം ഒരുപോലെ. നിങ്ങളൊന്ന് മണപ്പിച്ച് നോക്കണം ഫ്രണ്ട്സ്, ഉണ്ടാവും പൂക്കളുണ്ടാവും. കാരണം ഇത്രയും ഭാഗത്ത് ഇത് അവർ പൂത്തിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഉണ്ടോ? അതെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉള്ളായിരുന്നു ആ നെൽകൃഷിയും ആ എള്ള് കൃഷിയും. ആ കണ്ടത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതും സ്കൂളിൽ പോകുന്നതും. നമ്മുടെ എടമത്തശ്ശേരിയിൽ കാള നമ്മുടെ വയലിലൂടെ 25-50 കാളകൾ വലിയ വരമ്പിലൂടെ കയറി ഇറങ്ങി പോകുമ്പോഴും ഇതുപോലുള്ള എള്ളിനകത്തൂടെയാണ് അവർ ഈ കാള നമ്മുടെ എടമത്തശ്ശേരിയിൽ എത്തിച്ചേരുന്നത്. ആ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇത് അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതെന്ന് വെച്ചാൽ നല്ല ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കൃഷി ചെയ്താൽ നല്ലപോലെ വളരുകയും ചെയ്യും. നല്ല നെല്ല് കൃഷിയായാലും വളരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലെ മലയാളികൾ മടിയന്മാരായതിൻ്റെ പേരിൽ അന്യ സംസ്ഥാനത്തു നിന്ന് ആളുകൾ ഇവിടെ വന്ന് രാവും പകലും ഏത് പണി എടുക്കുവാൻ തയ്യാറായിട്ട് റെഡിയായി നിൽക്കുന്നതാണ് ആ ഫ്രണ്ട്സ്. അപ്പം വീഡിയോ കൂടുതലൊന്നും എടുക്കുന്നില്ല. അപ്പം ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ മണം നിങ്ങൾ ആദ്യമേ മണപ്പിച്ചോണം. എള്ളിൻ്റെ അളിയൻ എന്ന് പറയുന്നതിന് എള്ളിൻ്റെ അളിയനും. ഓക്കെ.